ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ 13ാം പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്ന തന്ത്രി രാജീവ് കണ്ഠര്. നിങ്ങളുടെ കുടുംബത്തിന്റെ കഥ എനിക്ക് കേൾക്കണം. താഴ്വൺ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട തന്ത്രിയാണ്. എങ്ങനെയാണ് ഈ താഴ്വൺ കുടുംബത്തിന് ശബരിമലയുമായിട്ടുള്ള ബന്ധം? അയ്യേ, ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവരുടെയൊക്കെ മുമ്പ് വെച്ച് വേണ്ട പങ്കു. ഇതുവരെ ഇതിനെക്കുറിച്ച് ആഴത്തിൽ നോക്കാത്തവർക്ക് വളരെ ചുരുക്കി ഞാൻ വിശദീകരിക്കാം. കഥ ഞാൻ പറഞ്ഞു തരാം. മുഴുവൻ കഥ പറയണമെങ്കിൽ 2 തലമുറയുടെ കഥ പറയേണ്ടി വരും. അത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത്. താഴ്വൺ തന്ത്രി കുടുംബത്തിലെ കണ്ഠര് പരമേശ്വര്, കണ്ഠര് ശങ്കർ ഇവർ സഹോദരങ്ങളായിരുന്നു. ഞങ്ങളുടെ അപ്പൂപ്പന് 2 ആൺമക്കളായിരുന്നു, പത്മനും കുമാരനും. കണ്ഠര് ശങ്കർക്ക് ആൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് മക്കത്തായം പിന്തുടരുന്ന താഴ്വൺ കുടുംബത്തിന് താന്ത്രിക അധികാരം കണ്ഠര് ശങ്കറിന് ശേഷം ആ തലമുറയിൽ ഉണ്ടായില്ല. അങ്ങനെ കുമാരൻ വെല്ലിച്ചൻ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിശാഗന്ധി അമ്മൂമ്മയെ കല്യാണം കഴിച്ചു. പിന്നീടുണ്ടായത് കണ്ഠര് പരമേശ്വർക്കായിരുന്നു. കണ്ഠര് പരമേശ്വർക്ക് 3 ആൺകുട്ടികൾ. അതിൽ കുമാരൻ വെല്ലിച്ചനെ 101 മക്കൾ. 101 മക്കൾ, 11 മക്കൾ. കണ്ഠര് നീലകണ്ഠര്, കണ്ഠര് കൃഷ്ണര്, കണ്ഠര് മഹേശ്വര്. പിന്നെ നമ്മൾ വളർന്നു വലുതായി. പെട്ടെന്ന് തന്നെ ഗോവിന്ദണ്ണം പോയി ലതിയ ചേച്ചിയെ കല്യാണം കഴിച്ചു. അങ്ങനെ നമ്മൾ 5 പേരും ലതിയ ചേച്ചിയും കൂടി സുഖമായിട്ട് ജീവിച്ചു. ഇതിൽ കണ്ഠര് നീലകണ്ഠർക്ക് ആൺമക്കളില്ല, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രശ്നം അവിടെയൊന്നുമല്ലായിരുന്നു. ചീട്ടുകളിയിലാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങിയത്. ബാക്കിയുള്ളത് കണ്ഠര് കൃഷ്ണനും കണ്ഠര് മഹേശ്വരുമാണ്. ഇതിൽ കണ്ഠര് കൃഷ്ണരുടെ മകനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ശബരിമലയിലെ തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവന്. അവസാനം യുദ്ധമായി. യുദ്ധത്തോട് യുദ്ധം. യുദ്ധമോ? അല്ല, അടി. കണ്ഠര് മഹേശ്വരുടെ മകനായ കണ്ഠര് മോഹനന് എന്നാൽ ശോഭാ ജോൺ കേസിൽപ്പെട്ട് കുപ്രസിദ്ധി ആർജിച്ച ആ കേസിൽപ്പെട്ട് പിന്നീട് തന്ത്രപദവി പോവുകയും അന്ന് അവിടെ നിന്ന് ഇറങ്ങി 14 വർഷം ദുബായിൽ ജീവിച്ചു, വനവാസം. ആ പൈസക്ക് വീടും വെച്ചു. മകനായ കണ്ഠര് മഹേഷ് മോഹനരാണ് ഇപ്പോൾ സന്നിധാനത്തെ തന്ത്രി. പക്ഷേ നമ്മൾ വിജയിച്ചു. അങ്ങനെ ഈ വീട് സ്ഥലവും നമുക്ക് സ്വന്തമായി. ഇതാണ് നമ്മുടെ കഥ. ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കുന്ന സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.